കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട ഇന്നലെ 35 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെട്ടതെന്ന് ഈ പ്രദേശത്തുള്ള അയൽവാസി പറയുന്നു. ഇന്നലെ മെമ്പർമാർ വന്നിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ, നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ സംഗതി എല്ലാം പോയാൽ നിർബന്ധിച്ച് അവർ കൊണ്ടുപോയി ഞങ്ങളെ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ രക്ഷപ്പെട്ടത്. 22 വീട്ടുകാരെ അവിടുന്ന് അവർക്ക് കൊണ്ടുപോയത്, വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത്. ഞങ്ങൾ പോയിട്ട് അതിന് 1 മണിക്കൂറായില്ല സംഭവങ്ങൾ. പിന്നെ ഈ വീട്ടുകാരനെ അതിൻ്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കൂടി കയറിയ, അവൻ്റെ തറവാട് അപ്പുറമായിരുന്നു. കഞ്ഞി കുടിക്കാൻ വേണ്ടി കൂടെ വന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ശരിക്കും ഇന്നലെ രാത്രി ഒരു 9:30-10 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്ന പ്രവർത്തനം ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം തൊട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രസിഡന്റും വാർഡ് മെമ്പർ കൂടിയാണ് ഇവിടുന്ന് ആളുകളെ മാറ്റാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ റവന്യൂ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ബില്ല് ഓഫീസർ മാത്രമാണ്, ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ മേഖലയിൽ പ്രശ്നമുണ്ടെന്നും ഇന്നലെ രാവിലെ തന്നെ ഇവിടെ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും വന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും NH പോയതാണ്. പക്ഷെ അവർ യാതൊരു നടപടിയാണ് സ്വീകരിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ നേരത്തെ ഇത് പറയാമായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് ഓഫീസ് ടൈം കഴിയാറാവുന്ന സമയത്താണ് പഞ്ചായത്തിലേക്ക് 2 ലെറ്റർ വരുന്നത്. ആ ലെറ്ററിനകത്ത് പറഞ്ഞത് ഇത്രയും 25 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന ലെറ്ററാണ് ഇന്നലെ വൈകിട്ട് വരുന്നത്. അതിനുശേഷം കൃത്യമായി അപ്പം തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം ബീച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളെ അവർ തൊട്ടടുത്ത് അവർ തറവാടാണ് മേളിൽ കാണുന്നത്. അവരപ്പോൾ അങ്ങോട്ട് മാറും എന്നാണ് പറഞ്ഞത്. അവരങ്ങോട്ട് മാറിയതുമാണ്. പക്ഷേ അവരൊന്നും സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങൾ എടുക്കാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ താഴെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഓടി വന്നു. പിന്നെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു. മണ്ണെടുപ്പായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ JCB മെഷീൻ വെച്ച് ഭയങ്കര വൈബ്രേഷനായിരുന്നു. ഇത് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ലായിരുന്നു, വീട് വല്ലതും കുലുങ്കായിരുന്നു. അതുപോലെ ഇതിനൊക്കെ വിള്ളലുണ്ട്. ഈ സാധനം ഏത് നിമിഷവും തള്ളാം. സംരക്ഷണ ഭിത്തി കെട്ടിയാലും അത് സാധനം തള്ളും. മഴക്കാലത്ത് ഇത് തള്ളു ഉറപ്പാണ്. ഈ വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ. ഇവിടെ ഒരു സേഫ്റ്റി അല്ല. അപ്പോൾ ഇതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് ഞങ്ങളെ എങ്ങനെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം. അടിമാലിയെ കൂമ്പൻപാറയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. രാഹുൽ വിജയൻ, ദുരന്തത്തിൻ്റെ ബാക്കി പത്രം പോലെ കുറേ മനുഷ്യരുടെ ജീവിതം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ മാറ്റി പാർപ്പിക്കും എന്നതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മിക്കുന്ന കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പണി തീർത്ത് പൈസ ഉണ്ടാക്കി പോവുക എന്നുള്ളതായിരിക്കും അവിടെ ഏറ്റവും വലിയ ധർമ്മം. എന്നാൽ ധർമ്മത്തിനപ്പുറം കുറേ മനുഷ്യരാണ് ഈ ദേശീയപാതയ്ക്ക് താഴെ താമസിക്കുന്നത്. വികസനം വലിയ ദേശീയപാതയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരരുത് സാധാരണക്കാരൻ്റെ ജീവിതം എന്നുള്ളതാണ് ഈ കൂമ്പൻപാറയിലെ ദുരന്തം നമ്മോട് വിളിച്ചു പറയുന്നത്. പറയൂ രാഹുൽ വിജയൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന് മുകളിലാണ്. മണ്ണ് വന്ന് മൂടിയിരിക്കുന്ന ഒരു വീടിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഈ പ്രദേശത്ത് ഏകദേശം 5 വീടുകൾ ആ മണ്ണിനടിയിൽ മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആ വീടിന്റെ അവശിഷ്ടങ്ങൾ, അതിന് തൊട്ട് ചേർന്നാണ് ഈ ബിജുവിന്റെയും സന്ധ്യയുടെയും വീടുണ്ടായിരുന്നത്. ഇവിടെ ഈ ലക്ഷം വീട് കോളനി എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അവിടെ ഏകദേശം 50 വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ 50 വീടുകളിലെ ആളുകളോടും ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ് എങ്കിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ മണ്ണെടുത്ത് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കാലങ്ങളായിട്ട് ആളുകൾ പറയുന്നതാണ്. നമ്മൾ ഈ മഴക്കാലം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പല വിധത്തിൽ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിൽ ഉൾപ്പെടെ പല തരത്തിൽ ആളുകളുടെ ആശങ്ക അറിയിച്ചതാണ്. അന്നവർ പറഞ്ഞിരുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി, ഒരു ദുരന്തമുണ്ടായി, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ കാത്തു നിൽക്കാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം, അതായത് റിട്ടേണിംഗ് വാൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ അപാകത മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. മാത്രമല്ല ഈ 90 ഡിഗ്രി തൂക്കിലെടുക്കുന്ന ഈ മൺതിട്ട അത് ഒരു 45 ഡിഗ്രി ചെരിവിലെങ്കിലും ആക്കിയെടുക്കണം. അല്ല എങ്കിൽ പല ലെയറുകളായി മണ്ണെടുത്ത് മാറ്റിയതിനു ശേഷം മാത്രം നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യം നാട്ടുകാരുടെ അറിവ് വെച്ച് അവർ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടുകാരുടെ ഈ ആശങ്ക അവർ പലപ്പോഴായി പറയുകയും ജനപ്രതിനിധികളടക്കം ഇതിൽ ഈ ചർച്ചകൾ നടത്തുകയും, പക്ഷേ ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഈ പണി എങ്ങനെയും തീർക്കുക എന്നുള്ള നിർമ്മാണ കമ്പനിയുടെ ഒരു വ്യഗ്രത, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ളൊരു നടപടിയാണ് ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചത്. ഈ പണി പെട്ടെന്ന് തീർത്തു പോവുക, അത് മാത്രമായിരുന്നു അവരുടെ മുന്നിൽ ലക്ഷ്യം. അതിനവർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ഏതെങ്കിലും സുരക്ഷ അവർ നോക്കിയില്ല. ഈ ആളുകളെ ഒക്കെ അവർ പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തിയത് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം നമ്മുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള അലൻ ചേരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ വന്ന് മടങ്ങി ക്യാമ്പിലേക്ക് പോയതാണ്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ശരിക്കും ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അലനെ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഇന്നലെ വൈകിട്ടാണ് അടിമാലി പഞ്ചായത്തിന് ഈ NH ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് ലഭിക്കുന്നത്. അതായത് ഇവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും
ആളുകളെ മാറ്റി പാർപ്പിക്കണം നടക്കുമ്പോൾ നോട്ടീസ് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ വൈകുന്നേരം ഇവിടെ എത്തുകയും അവർക്കൊപ്പം നമ്മളെത്തി ഇവിടെ നിന്നുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റി അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം വൈകിട്ട് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ വാർത്തയെല്ലാം വെച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ മണ്ണിടിയുന്നതായി ആളുകൾ വിളിക്കുകയും ഇവിടെ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ എത്തി അവിടെ നിൽക്കുന്ന സമയത്താണ് മേളിൽ നിന്നൊരു വലിയൊരു ടോറസ് ലോറിക്കൊക്കെ പാറക്കല്ല് കുത്തുന്ന പോലത്തെ ഒരു ശബ്ദം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഈ മേളിലേക്ക് ഓടി വരുന്ന സമയത്ത് ഇവിടുത്തെ വൈദ്യുതി ബന്ധം മൊത്തം പെട്ടെന്ന് മൊത്തത്തിൽ ഇരുട്ടിലേക്ക് പോയി. അതായത് മേളിൽ ഈ മലയിടിച്ച് വരുമ്പോൾ ഈ മലയിലാണ് ഈ ലൈൻ കണക്ഷൻ മൊത്തം താറുമാറായി സ്ഥിതിയായി. അതോടുകൂടി ഈ മേഖല മൊത്തം ഇരുട്ടിലായിരുന്നു. അപ്പോൾ ഞാനും മെമ്പർ ഓടി വരുമ്പോഴാണ് ഈ വീടിനുള്ളിൽ ഇങ്ങനെ ബിജു കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശവാസികൾ ഇപ്പോൾ ഞങ്ങൾ ഓടി വരുന്നത്. അപ്പം മെമ്പർ ഉൾപ്പെടെ വന്ന് പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയാണ് അകത്തുനിന്ന് ആദ്യം പ്രതികരിക്കുന്നത്. ചേച്ചി പ്രതികരിച്ചതിന് ശേഷം അപ്പോൾ രണ്ടുപേരും അകത്തുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇരുവർക്കും വേണ്ടി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അവരത് ഈ ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കൂടിയും കിടന്നിരുന്നത്. അത് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇത് മുകളിലായിരുന്നു. മുകളിൽ നിന്ന് കൊണ്ട് വലിച്ചു മാറ്റിയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നിന്നാണ് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയത്. അതായത് ഇതിന് താഴെ ഈ കാണുന്ന ബീമുകൾ കാണാം. ഈ ബീമുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള ഈ കോൺക്രീറ്റ് കഷ്ണങ്ങളും ഈ പീസുകളും കാണാം. ഇതെല്ലാമായിരുന്നു ബിജുവിൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മുകളിൽ കിടന്നിരുന്നത്. അപ്പോൾ ഇത് മാറ്റി അവരെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ കട്ടർ കൊണ്ടുവന്നു. ആദ്യം ഈ ഭാഗം മൊത്തം വെട്ടിമാറ്റി അതിലൂടെ ആദ്യം കയറിട്ട് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ ഈ സ്ലാബുകളും ഈ കോൺക്രീറ്റ് ഇതെല്ലാം മുകളിൽ കിടക്കുന്നത് കൊണ്ട് അതൊരു പ്രായോഗികമായിരുന്നില്ല. കാരണം അത് നമ്മൾ വലിച്ചു മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചാൽ അവർക്ക് കൂടുതൽ പരിക്കേൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവർത്തനം ഉപേക്ഷിച്ച് ഈ സൈഡ് വീണ്ടും പൊട്ടിച്ച് മാറ്റുന്നുള്ള പ്രവർത്തനം നടത്തിയത്. അതിനുശേഷം ഏറെ നേരം കഴിഞ്ഞാണ് ഭാര്യയെ പുറത്തെടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് നേരം ഏകദേശം 7 മണിക്കൂറോളമാണ് ബിജുവിനകത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് 7 മണിക്കൂർ കഴിഞ്ഞെടുത്തെങ്കിലും ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത് ഒരു സങ്കടകരമായ ഒരു കാര്യമായി തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.